സർവശക്തനും സർവാധിപനുമായ ദൈവമായ കർത്താവേ, ഈ പ്രഭാതത്തെ ഞങ്ങളോട് കൽപ്പിക്കുന്ന തിരുവചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയിൽ തന്നെ പ്രത്യാശ വയ്ക്കുക എന്ന് അരുളി ചെയ്ത തിരുവചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. പൂർണ്ണമായും വിശ്വസിക്കുവാനും പൂർണ്ണമായും ദൈവത്തിൽ ധൈര്യപ്പെടുവാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടെ അവിടുന്ന് ഉണ്ട്, എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളിലും അവിടുന്ന് കൂടെ ഉണ്ട് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുവാനും പൂർണ്ണമായും ഉറയ്ക്കുവാനും ധൈര്യപ്പെടുവാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊക്കെ കുറവുള്ളവരാണ് കർത്താവേ, ഞങ്ങളൊക്കെ വിശ്വാസത്തിൽ വീണു പോകുന്നവരാണ് കർത്താവേ, തകർന്നു പോകുന്നവരാണ് കർത്താവേ. ചെറിയ ചെറിയ പ്രയാസങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ ഞങ്ങൾ മറന്നുപോയോ, ഞങ്ങളെ തള്ളിക്കളഞ്ഞോ എന്നൊക്കെ ഞങ്ങൾ ചിന്തിക്കുന്നവരാണ്. എന്നാൽ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അവിടുന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നല്ലോ. ദൈവമേ, ധൈര്യപ്പെടുവാനും നിന്നിൽ പ്രത്യാശ വയ്ക്കുവാനും നിന്നിൽ ഉറച്ചു നിൽക്കുവാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല കർത്താവേ. എല്ലാ രോഗികളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കരുണയാൽ പൊതിയണം. പൂർണ്ണ സൗഖ്യവും പൂർണ്ണ ബലവും പൂർണ്ണ ആരോഗ്യവും തരണം. ദൈവമായ കർത്താവേ, ഏത് രോഗത്തെയും മാറ്റുവാൻ കഴിവുള്ളവനാണ് അവിടുന്ന് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുവാനും അത് ഏറ്റെടുക്കുവാനും കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മക്കൾ, ജന്മദിനം ആഘോഷിക്കുന്ന മക്കൾ എല്ലാവരും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. അനുഗ്രഹിക്കണം, നന്മകളാൽ നയിക്കണം. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി മാറണം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവൻ പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട് ജീവിതം നയിക്കാൻ ഇടയാകണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.